രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ പുനഃസംഘടന അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഡിസംബർ 29-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡിസംബർ 24-ന് ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനമെടുക്കും. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടതുമുന്നണിയിലെ 2 ഘടകകക്ഷികൾ മന്ത്രിപദവി മറ്റ് 2 ഘടകകക്ഷികൾക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു. മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്ന വിധം വകുപ്പുമാറ്റം വേണ്ടെന്നാണ് CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട്. ഇതനുസരിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം ആന്റണി രാജു ഒഴിയുമ്പോൾ ഗതാഗത വകുപ്പ് കോൺഗ്രസ് ബിയുടെ ഗണേഷ് കുമാറിന് ലഭിക്കും. INL-ന്റെ മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസ് എസിന് കൈമാറുക. തുറമുഖം, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളാണ് INL-ന്റെ മന്ത്രിയായ അഹമ്മദ് ദേവർകോവിലിന്റെ ചുമതലയിലുള്ളത്. ഇത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൈമാറാനാണ് ധാരണ. മന്ത്രിസഭാ പുനഃസംഘടന നടപ്പാകുന്നതോടെ ഏക MLA-മാരുള്ള മുന്നണിയിലെ RJD ഒഴികെയുള്ള ഘടകകക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം ലഭിക്കും. മന്ത്രിസ്ഥാനം ലഭിക്കാത്ത RJDക്ക് മറ്റു സ്ഥാനങ്ങൾ നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നാണ് LDF നേതാക്കൾ നൽകുന്ന സൂചന. മുന്നണി യോഗത്തിനൊപ്പം RJDയുമായി ഉഭയകക്ഷി ചർച്ച നടത്താനും സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അതേസമയം ഗണേഷ് കുമാർ മന്ത്രിയാകുമെന്നുറപ്പായതോടെ ഗണേഷ് കുമാറിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് UDF. സോളാർ ഗൂഢാലോചന കേസിൽ കെ.ബി. ഗണേഷ് കുമാറിന് പങ്കുണ്ടെന്നാണ് UDF-ന്റെ വാദം. ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് CBI കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് UDF ഗണേഷിനെതിരെ രാഷ്ട്രീയമായ സമരം ഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് UDF മുമ്പ് മാർച്ച് നടത്തിയിരുന്നു. ഗണേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. നിയമ നടപടികൾ സാധ്യമാണോ എന്നാണ് കൂടുതലും പരിശോധിക്കുന്നത്. അതേസമയം കൊട്ടാരക്കര കോടതിയിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഗണേഷ് മന്ത്രിയാകാൻ പോകുന്നു എന്നറിഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം UDF എടുത്തിരിക്കുന്നത്. സോളാർ കേസിൽ കോൺഗ്രസിനുള്ളിലെ പോരാണ് ഉമ്മൻചാണ്ടിയെ കേസിൽ അകപ്പെടുത്തിയതെന്ന ഭരണപക്ഷത്തിന്റെ വാദങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ പ്രതിഷേധം. ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ ബന്ധു ശരണ്യ മനോജ്, വിവാദ ദല്ലാൽ എന്നിവർ ചേർന്നാണ് ഉമ്മൻചാണ്ടിയെ കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് CBI പറയുന്നത്. പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. പരാതിക്കാരി ജയിലിൽ കിടന്ന സമയത്താണ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച വിവാദ കത്തെഴുതുന്നത്. തന്റെ സഹായിയെ വിട്ട് ഗണേഷ് കുമാർ കത്ത് കൈവശപ്പെടുത്തിയെന്നാണ് CBI പറയുന്നത്. ഇനി നിയമ നടപടിക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നതെന്ന് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി നൽകിയ 3 അപകീർത്തി കേസുകളിൽ ഇപ്പോഴുമുണ്ട്. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കാനും ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിൽ ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് ഗൂഢാലോചന വിഷയം വീണ്ടും ഉയർന്നു വന്നത്. എന്നാൽ വിഷയത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി നിയമസഭയിൽ സ്വീകരിച്ചിരുന്നു. കോൺഗ്രസിലും UDF-ലും അന്വേഷണം ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. എന്നാൽ നിലവിൽ CBI അന്വേഷണത്തിൽ തുടർ നടപടിയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.